ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ SSLC എക്സാം ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ 2026 മാർച്ച് 5 തൊട്ടാണ് നമ്മുടെ എക്സാം കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 തൊട്ട് 30 വരെ ആയിരിക്കും നമ്മുടെ SSLC എക്സാംസ് എല്ലാം വരുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഓരോ സബ്ജക്റ്റുകളുടെ ഡേറ്റും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ പറയാനാണ് സാറിന് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഓരോ ദിവസത്തെ ഏതൊക്കെ ദിവസങ്ങളിലാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സാമുകൾ വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് നമ്മുടെ ടൈം ടേബിളിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ എക്സാം തുടങ്ങുന്നത് മലയാളം ഫസ്റ്റ് പാർട്ട് വെച്ചിട്ടാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:30 തൊട്ട് 11:15 വരെയാണ് നമ്മുടെ എക്സാം വരുന്നത്. ഒന്നാം ഭാഷയാണ് വരുന്നത്, പാർട്ട് 1 ആണ് വരുന്നത്. മലയാളം, തമിഴ്, കന്നഡ പോലെയുള്ള നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജസ് ആണ് ആ ഒരു ദിവസം നമുക്ക് എക്സാം ആയിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് 9-ാം തീയതിയാണ് എക്സാം ഉള്ളത്. വ്യാഴാഴ്ചയ്ക്ക് ശേഷം 9-ാം തീയതി 9/3/2026 എക്സാം വരുന്നത്. തിങ്കളാഴ്ചയാണ് 9:30 തൊട്ട് 12:15 വരെയാണ് നമുക്ക് എക്സാം ഉള്ളത്. നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് അന്നേ ദിവസം എക്സാമിനുള്ളത്. അതുപോലെ അതിനുശേഷം പിന്നീട് വരുന്ന 11-ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. 9:30 തൊട്ട് 11:15 വരെയാണ് എക്സാം. മലയാളം സെക്കൻഡ് പാർട്ട് ആണ് നമുക്ക് എക്സാം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ലാംഗ്വേജസ് ആണ്. അതിനുശേഷമാണ് നമ്മൾ മെയിൻ സബ്ജക്റ്റുകളിലേക്ക് നടക്കുന്നത്. ഓക്കെ, യെസ്. പിന്നീട് നമുക്ക് 11-ാം തീയതിയിലത്തെ ആ ഒരു എക്സാമിന് ശേഷം 13-ാം തീയതി വെള്ളിയാഴ്ചയാണ് എക്സാം ഉള്ളത്. അത് 9:30 തൊട്ടിട്ട് 12:15 വരെയാണ് നമുക്ക് എക്സാം. നമ്മുടെ മൂന്നാം ഭാഷയായിട്ടുള്ള തേർഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയാണ്. ചിലർക്ക് ജനറൽ നോളജ് ഉണ്ട്. അപ്പൊ ഹിന്ദി ജനറൽ നോളജ് ആണ് നമുക്ക് വെള്ളിയാഴ്ച 13-ാം തീയതി എക്സാമിന് വരുന്നത്. അതുപോലെ പിന്നീട് 3 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം തിങ്കളാഴ്ച, വെള്ളിയാഴ്ച കഴിഞ്ഞ് 3-ാം ദിവസം തിങ്കളാഴ്ചയാണ് 16-ാം തീയതി 9:30 തൊട്ട് 12:15 വരെ ഗണിതശാസ്ത്രം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സബ്ജക്ട് ആയിരിക്കുമല്ലോ മാത്സ്, അല്ലെ? അപ്പൊ മാത്സ് ആണ് നമുക്ക് ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കെല്ലാം, ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്കെല്ലാം ശേഷം തിങ്കളാഴ്ച 16-ാം തീയതി വരുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഊർജ്ജതന്ത്രം, അല്ലെ, ഫിസിക്സ് ആണ് നമുക്ക് വരുന്നത്. 18-ാം തീയതി ബുധനാഴ്ച 9:30 തൊട്ട് 11:15 വരെ നമുക്ക് ഫിസിക്സ് ആണ്. അതിനുശേഷം പിന്നീട് നമുക്ക് 23-ാം തീയതി ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിങ്കളാഴ്ചയാണ് എക്സാം ഉള്ളൂ. 23/3/2026 നമുക്ക് 9:30 തൊട്ട് 12:15 വരെ ഇതാണ് സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് പോകാനുള്ള ഒരു സമയമൊക്കെ അതിന്റെ ഇടയ്ക്കുണ്ട്. അപ്പൊ പിന്നീട് ഉള്ള 2 ചെറിയ ചെറിയ സബ്ജക്റ്റുകൾ, കെമിസ്ട്രിയും നമുക്ക് ബയോളജി കൂടെ ഉണ്ട്. കെമിസ്ട്രി വരുന്നത് 25-ാം തീയതി ബുധനാഴ്ച 9:30 തൊട്ട് 11:15 വരെയും. അതുപോലെ നമ്മുടെ ബയോളജി വരുന്നത് 9:30 തൊട്ട് 11:15 വരെ 30-ാം തീയതിയാണ്. അങ്ങനെ മാർച്ച് 30-നാണ് നമ്മുടെ എക്സാം തീരുന്നത്. അപ്പൊ 5 തൊട്ട് നമുക്ക് 30-ാം തീയതി വരെ SSLC എക്സാംസ് ഉണ്ട്. അതുപോലെ നമ്മുടെ മെയിൻ എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് IT എന്നൊരു സബ്ജക്ട് കൂടി ഉണ്ടല്ലോ. നമ്മുടെ IT-യുടെ പ്രാക്ടിക്കൽ പരീക്ഷ വരുന്നത് 1/2/2026 ഫെബ്രുവരി 1-ാം തീയതിയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക 14-ാം തീയതി വരെ. ഫെബ്രുവരി 1 തൊട്ട് 14-ാം തീയതി വരെ നമുക്ക് IT-യുടെ പ്രാക്ടിക്കൽ എക്സാംസുകൾ ഓരോ സ്കൂളിലായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ ദിവസങ്ങളും കാര്യങ്ങളും നമുക്ക് ഇനി വിലപ്പെട്ടതാണ്. നമുക്ക് ഓരോ ദിവസങ്ങളും പഠിച്ചു തുടങ്ങാനുള്ളതാണ്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളിലും ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മള് നമ്മുടെ 90+ റിവിഷൻസും കാര്യങ്ങളും എല്ലാം ക്രിസ്മസ് എക്സാമിന് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഇപ്പോഴേ നല്ല മിടുക്കരായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നമുക്ക് അടുത്ത അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ.